മലപ്പുറത്തെ കടുവയ്ക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്തെ ക്യാമറകൾ നിരീക്ഷിച്ച് നാളെ കൂടുകൾ സ്ഥാപിക്കും. ദൗത്യത്തിനിടെ എസ്റ്റേറ്റിൽ വീണ് നിലമ്പൂർ സൗത്ത് DFO ജി ധനിക് ലാലിന് പരിക്കേറ്റു. വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ വിശദമായി നൽകും. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. വിപിൻ, പറയൂ. താങ്ക് യു SKN. ഇതിപ്പോൾ കരുവാരുകുണ്ടിലെ മദാരി എസ്റ്റേറ്റിന് സമീപമുള്ള എസ് വളവിൽ വെച്ചാണ് ഇന്നിപ്പോൾ കടുവയെ കണ്ടിരിക്കുന്നത്. 4 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം. ആ പ്രദേശവാസികളും ഒപ്പം തന്നെ 4 RRT ടീം, വനംവകുപ്പിന്റെ RRT ടീമും ആ പ്രദേശത്തുണ്ടായിരുന്നു. ആ സമയത്താണ് കടുവയെ കണ്ടിരിക്കുന്നത്. ഇത് ഒരു 7 ദിവസം മുൻപ് അടയ്ക്കാക്കുണ്ടിൽ ഇറങ്ങിയിട്ടുള്ള നരഭോജി കടുവ തന്നെയാണ് എന്നുള്ളതാണ് നിഗമനം. ഈ കടുവ ആ പ്രദേശത്ത് ഏകദേശം ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അവിടെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് മിന്നിമറഞ്ഞു പോവുകയല്ല ഉണ്ടായത്. അങ്ങനെ കണ്ടതിന് ശേഷം പിന്നീട് അത് വനത്തിൻ്റെ ആ മേഖലയിലേക്ക് കയറി പോവുകയായിരുന്നു. ആ പ്രദേശത്തൊക്കെ ഈ 4 മണിക്ക് ശേഷം തന്നെ ഏകദേശം 60ഓളം വരുന്ന RRT സംഘങ്ങൾ അരിച്ചു പെറുക്കുക തന്നെയായിരുന്നു. DFOന്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഒരു തിരച്ചിൽ നടത്തിയത്. ഒപ്പം തന്നെ വെടിവെക്കുന്നതിന് വേണ്ടി മയക്കുവെടി വെക്കുന്നതിന് സംഘവും ആ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ വീണ്ടും ആ പ്രദേശത്ത് തന്നെ വീണ്ടും ഒരു തിരച്ചിൽ നടത്താനാണ് നീക്കം. ഒപ്പം തന്നെ അവിടെ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 30ഓളം ക്യാമറകളാണ് ഇപ്പോൾ ഈ കരുവാരുകുണ്ട് പ്രദേശത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കടുവയെ കണ്ടെത്തി എന്നുണ്ടെങ്കിൽ പോലും അതിനെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ഒരു വെല്ലുവിളി. ആ പ്രദേശത്ത് കൃത്യമായി സ്പോട്ട് ചെയ്താൽ അതിനെ ഒന്നില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കുക, അല്ലെങ്കിൽ കൂട് വെച്ച് പിടികൂടുക എന്നുള്ളതാണ്. നാളെ ക്യാമറയിൽ ഇതിന്റെ ദൃശ്യം പതിയുകയാണെങ്കിൽ ആ പ്രദേശത്ത് കൂട് വയ്ക്കാനാണ് ഇപ്പോൾ തീരുമാനം. നിലവിൽ അടയ്ക്കാക്കുണ്ട് പ്രദേശത്ത്, അതായത് ആ ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആ പ്രദേശത്തടക്കം 3 സ്ഥലത്താണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 7 ദിവസമായിട്ടും ഈ നരഭോജി കടുവ ഈ കൂട്ടിലേക്ക് കയറിയിട്ടില്ല. ഒപ്പം തന്നെ അവിടുത്തെ ക്യാമറകൾ ഏകദേശം 50ഓളം ക്യാമറകൾ വിവിധ പ്രദേശങ്ങളിലൊക്കെ ആയി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു തവണ മാത്രമാണ് അതിൻ്റെ ചിത്രം പതിഞ്ഞിരിക്കുന്നത്. പല ഭാഗങ്ങളിലായിട്ട് ഇതിൻ്റെ കാൽപ്പാടുകളും പതിയുന്നുണ്ട്. അപ്പോൾ പിടികൂടിയിട്ട് മാത്രമേ ഇതിൽ നിന്ന് പിന്തിരിയൂ എന്നുള്ള ഒരു ഉത്തമ ദൗത്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ DFOയുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധനയടക്കം നടക്കുകയാണ്. ഒപ്പം ചെങ്കുത്തായൂർ പ്രദേശത്തായിരുന്നു ഇന്നത്തെ തിരച്ചിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ അതിൽ വീണ് ഇപ്പോൾ DFO ധനിക് ലാലിനെ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. SKN. നാളെയും ഈ ദൗത്യം തുടരുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു വിപിൻ സി വിജയൻ.